ഹലോ എവ്രി വൺ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണല്ലോ സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതിൽപ്പെട്ട ഇമ്പോർട്ടൻറ്റ് തിയറീസ് ആണ് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് വിച്ച് ഡസ് നോട്ട് ഫോളോ ദ ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യാത്ത അക്കൗണ്ടിങ് സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുക, സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ പറയുന്നത്? അണ്ടർ ഡബിൾ എൻട്രി സിസ്റ്റം ബോത്ത് ദി ആസ്പെക്ട്സ് ഓഫ് ട്രാൻസാക്ഷൻ, ദാറ്റ് ഈസ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്സ് ഓഫ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആണ് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ആസ് എ റിസൾട്ട് ഓൾ പേഴ്സണൽ റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട്സ് ആർ ഓപ്പൺഡ്. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ എല്ലാ ടൈപ്സ് അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് ഒക്കെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ അണ്ടർ ദിസ് സിസ്റ്റം ഓൺലി ദ അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് ആൻഡ് ക്യാഷ് ബുക്ക് ആർ മെയിൻറ്റെയിൻ. ഈ സിസ്റ്റം പ്രകാരം പ്രധാനമായിട്ടും ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ക്യാഷ് ബുക്കുമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ഈസ് മിക്സ്ഡ് അപ്പ് ബൈ ബോത്ത് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആൻഡ് പേഴ്സണൽ ട്രാൻസാക്ഷൻസ്. പേഴ്സണൽ ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ ബിസിനസ് ട്രാൻസാക്ഷൻസിൻ്റെയും ഒരു മിക്സ്ഡ് അപ്പാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ മീൻ ചെയ്യുന്നത് റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട്സ് ആർ ഇഗ്നോർഡ്. ഇവിടെ പേഴ്സണൽ അക്കൗണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും ഇഗ്നോർ ചെയ്യുകയാണ് ഈ സിസ്റ്റത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. ഈ സിംഗിൾ എൻട്രി സിസ്റ്റത്തെ നമുക്ക് എന്ത് പറയാം, അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറയാം. കൂടുതൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് ഇതിനെ അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്നും നമുക്ക് പറയാം. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു കോഹ്ലർ, എ സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ഇൻ വിച്ച് ആസ് എ റൂൾ ഓൺലി റെക്കോർഡ്സ് ഓഫ് ക്യാഷ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻ. ഇറ്റ് ഈസ് ഓൾവേസ് ഇൻകംപ്ലീറ്റ് ഡബിൾ എൻട്രി വാരിയിങ് വിത്ത് ദ സർക്കംസ്റ്റാൻസസ്. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഇതൊരു ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആണ്. ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്യാഷ് അക്കൗണ്ട് അതുപോലെ തന്നെ പേഴ്സണൽ അക്കൗണ്ട് മാത്രമേ ഈ സിസ്റ്റം പ്രകാരം മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അണ്ടർ ദിസ് മെത്തേഡ് യൂഷ്വലി ദ പേഴ്സണൽ അക്കൗണ്ട് ഓഫ് ദി ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ആർ കെപ്റ്റ് ആൻഡ് ഇംപേഴ്സണൽ അക്കൗണ്ട്സ്, ദാറ്റ് ഈസ് റിയൽ ആൻഡ് നോമിനൽ, മേ നോട്ട് ബി മെയിൻറ്റെയിൻഡ് ഇൻ ദീസ് ബുക്സ്. നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാം, ഈ സിസ്റ്റം പ്രകാരം പേഴ്സണൽ അക്കൗണ്ട് ആയിട്ടുള്ള ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സുമാണ് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇംപേഴ്സണൽ അക്കൗണ്ട്സ് ആയ റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും ഈ സിസ്റ്റം പ്രകാരം മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള സിംഗിൾ എൻട്രി സിസ്റ്റമാണുള്ളത്? പ്രധാനമായിട്ടും 3 ടൈപ്സ് ആണുള്ളത്. ഒന്ന് പുവർ സിംഗിൾ എൻട്രി സിസ്റ്റം, സെക്കൻഡ് വൺ സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം, തേർഡ് വൺ ക്വാസി സിംഗിൾ എൻട്രി സിസ്റ്റം. ഫസ്റ്റ് വൺ പുവർ സിംഗിൾ എൻട്രി സിസ്റ്റം. Under this system, no subsidiary books are maintained. Only personal account of debtors and creditors are maintained. ഈ സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം ഒരു സബ്സിഡിയറി ബുക്സും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. പ്രധാനമായിട്ടും ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും മാത്രമേ ഈ സിസ്റ്റം പ്രകാരം മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. ഇതിനെ നമുക്ക് പുവർ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയാം. സെക്കൻഡ് വൺ സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം. അണ്ടർ ദിസ് സിസ്റ്റം cash book and personal accounts of debtors and creditors are maintained. ഈ സിസ്റ്റം പ്രകാരം പേഴ്സണൽ അക്കൗണ്ട്സ് ആയ ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും അതിൻ്റെ കൂടെ ക്യാഷ് ബുക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതർ സബ്സിഡിയറി ബുക്സ് ആർ നോട്ട് മെയിൻറ്റെയിൻ. മറ്റുള്ള അതുമായി ബന്ധപ്പെട്ട മറ്റു ബുക്സുകളും മറ്റ് അക്കൗണ്ട്സുകളും എന്ത് ചെയ്യുന്നില്ല, മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള സിസ്റ്റത്തെ നമുക്ക് എന്ത് പറയാം, സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയാം. തേർഡ് വൺ ക്വാസി സിംഗിൾ എൻട്രി സിസ്റ്റം. Under this system, personal accounts, cash book and some subsidiary books are maintained. ഈ സിസ്റ്റം പ്രകാരം പേഴ്സണൽ അക്കൗണ്ട്സ് ആയ ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും അതുപോലെ തന്നെ ക്യാഷ് ബുക്കും അതിൻ്റെ കൂടെ തന്നെ മറ്റു ചെറിയ സബ്സിഡിയറി ബുക്സും എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു സിസ്റ്റത്തെ നമുക്ക് എന്ത് പറയാം, ക്വാസി സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയാം. ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റമാണ് ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഡസ് നോട്ട് ഫോളോ സ്ട്രിക്റ്റ് ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റം എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല.
It is an incomplete, inaccurate, unscientific, unsatisfactory and unreliable system of bookkeeping. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റഡ് ആണ്, കൂടുതൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഇനാക്യുറേറ്റ് ആണ്, അൺസയൻറ്റിഫിക് ആണ്, അതുപോലെ തന്നെ അൺസാറ്റിസ്ഫാക്ടറി ആണ്, അതുപോലെ തന്നെ അൺറിലയബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് കംപ്ലീറ്റ് പിക്ചർ ഓഫ് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ. എല്ലാ ട്രാൻസാക്ഷൻസിനും എന്ത് ചെയ്യുന്നില്ല, ഒരു കംപ്ലീറ്റ് പിക്ചർ നമുക്ക് ലഭിക്കുന്നില്ല. ഇവിടെ ഡെബിറ്റ് ആസ്പെക്ട്സും അതുപോലെ തന്നെ ക്രെഡിറ്റ് ആസ്പെക്ട്സും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് പിക്ചർ, ഓരോ ട്രാൻസാക്ഷൻ്റെയും കംപ്ലീറ്റ് പിക്ചർ നമുക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് കോൾഡ് ഡിഫക്റ്റീവ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് നമുക്ക് പറയാം. ഈ കംപ്ലീറ്റ് പിക്ചർ നമുക്ക് ലഭിക്കാത്തത് കൊണ്ട് സിംഗിൾ എൻട്രി സിസ്റ്റത്തെ നമുക്ക് എന്ത് പറയാം, ഡിഫക്റ്റീവ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയാം. ഇറ്റ് മെയിൻറ്റെയിൻ പേഴ്സണൽ അക്കൗണ്ട്സ് ആൻഡ് ക്യാഷ് അക്കൗണ്ട്. പ്രധാനമായിട്ട് പേഴ്സണൽ അക്കൗണ്ട്സ് ആയ ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും ആണ് ഈ സിസ്റ്റം പ്രകാരം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ട്സ്. ഇറ്റ് അവോയ്ഡ് റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട്സ്. ഈ സിസ്റ്റം പ്രകാരം റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ദ സിസ്റ്റം ഡിഫേഴ്സ് ഫ്രം ഫേം ടു ഫേം. ഓരോ ബിസിനസ് സ്ഥാപനത്തിനും പല രീതിയിലുള്ള സിസ്റ്റമായിരിക്കും, സിംഗിൾ എൻട്രി സിസ്റ്റമായിരിക്കും ഉണ്ടാവുക. ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ സിസ്റ്റമാണ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു സ്മോൾ കൺസേൺ. പ്രധാനമായിട്ടും ചെറിയ ചെറിയ ബിസിനസ് സ്ഥാപനങ്ങളാണ് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുക. നെക്സ്റ്റ് നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ്, അതിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് ഡിസ്കസ് ചെയ്യാം. ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്, അൺസയൻറ്റിഫിക് ആൻഡ് അൺസിസ്റ്റമാറ്റിക്. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആണ്, കൂടുതൽ റെക്കോർഡ്സുകളോ കാര്യങ്ങളോ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അൺസയൻറ്റിഫിക് ആണ്, അൺസിസ്റ്റമാറ്റിക് ആണ്. ഒരു സിസ്റ്റമാറ്റിക് റെക്കോർഡോ ട്രാൻസാക്ഷൻ അല്ല ഈ സിസ്റ്റം പ്രകാരം നമ്മൾ ഫോളോ ചെയ്യുന്നത്. ട്രയൽ ബാലൻസ് കനോട്ട് ബി പ്രിപ്പയർഡ്. ഈ ഒരു സിസ്റ്റം പ്രകാരം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. ഹെൻസ് അരിത്തമെറ്റിക്കൽ ആക്യുറസി കനോട്ട് ബി അച്ചീവ്ഡ്. അതുകൊണ്ട് തന്നെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാനും കഴിയില്ല. നോമിനൽ അക്കൗണ്ട്സ് ആർ not maintained, hence true profit or loss account cannot be ascertained. നോമിനൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് ട്രൂ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, അസെറ്റ് ചെയ്യാൻ കഴിയില്ല. ഇറ്റ് ഡസ് നോട്ട് കീപ്പ് റെക്കോർഡ് ഓഫ് ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. എല്ലാ അസറ്റുകളുടെയും ലയബിലിറ്റീസിൻ്റെയും റെക്കോർഡ്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഈ സിസ്റ്റം പ്രകാരം കീപ്പ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് കൺസേൺസ് ലൈക്ക് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനീസിനും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിനും ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ സ്യൂട്ടബിൾ അല്ല, അവർക്ക് സാധിക്കില്ല. ഇറ്റ് ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ ടു ഇൻകം ടാക്സ് അതോറിറ്റീസ്. ഈ സിസ്റ്റം പ്രകാരം ഫോളോ ചെയ്യുന്ന ബിസിനസ് ട്രാൻസാക്ഷൻ്റെ റെക്കോർഡ്സുകളും കാര്യങ്ങളൊന്നും ഇൻകം ടാക്സ് അതോറിറ്റീസിന് എന്തില്ല, ആക്സെപ്റ്റബിൾ ആവില്ല. It is difficult to detect errors and frauds because accounts are incomplete. അക്കൗണ്ട്സ് ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് എറേഴ്സും ഡിറ്റക്ട്സും ഉണ്ടെങ്കിലും അത് കണ്ടെത്താൻ, ഡിറ്റക്റ്റ് ചെയ്യാൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, കഴിയില്ല. അത് ഡിഫിക്കൽട്ടാണ്. ഇൻ കേസ് ഓഫ് ലോസ് ഓർ ഡാമേജ് ടു ഗുഡ്സ് ഓർ അസറ്റ്സ് ദ എമൗണ്ട് ഓഫ് ക്ലെയിം കനോട്ട് ബി അസർട്ടൈൻഡ്. കറക്റ്റ്. ഇൻ ലോസോ ഡാമേജോ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട, അതെന്ത് ചെയ്യാൻ കഴിയില്ല, അത് ക്ലെയിം ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാനോ കഴിയില്ല. ആ ഡാമേജിൻ്റെ ലോസിൻ്റെയും നഷ്ടം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ സിസ്റ്റം പ്രകാരം നമുക്ക് കഴിയില്ല. ഇത്രയാണ് അതിൻ്റെ ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാൻ കഴിയുക. സിംഗിൾ എൻട്രി സിസ്റ്റവും ഡബിൾ എൻട്രി സിസ്റ്റവും ഒരുപാട് വ്യത്യാസമുണ്ട്. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ എൻട്രി സിസ്റ്റം ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം. അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം ഓൺലി വൺ ആസ്പെക്ട്സ് ഓഫ് ട്രാൻസാക്ഷൻ ഇസ് റെക്കോർഡഡ്. സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം ഒരു ആസ്പെക്ട്സ് ഓഫ് ട്രാൻസാക്ഷൻ മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അണ്ടർ ഡബിൾ എൻട്രി സിസ്റ്റം ബോത്ത് ദി ആസ്പെക്ട്സ് ഓഫ് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം എല്ലാ ട്രാൻസാക്ഷൻ്റെയും രണ്ട് ആസ്പെക്ട്സുകളും എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഡെബിറ്റ് ട്രാൻസാക്ഷൻസും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ രണ്ട് ആസ്പെക്ട്സുകളും ഓരോ ട്രാൻസാക്ഷനിലെ ഈ രണ്ട് ആസ്പെക്ട്സുകളും എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം ഓൺലി പേഴ്സണൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻ. പ്രധാനമായിട്ടും ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആണ് പ്രധാനമായിട്ടും പേഴ്സണൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അണ്ടർ ഡബിൾ എൻട്രി സിസ്റ്റം പേഴ്സണൽ, റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്. മൂന്ന് അക്കൗണ്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്.
ട്രയൽ ബാലൻസ് കനോട്ട് ബി പ്രിപ്പയർഡ്. സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആയതുകൊണ്ട് തന്നെ. ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം ട്രയൽ ബാലൻസ് ക്യാൻ ബി പ്രിപ്പയർഡ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ കഴിയും. It is not possible to find out profit and loss scientifically by preparing trading profit and loss account. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് സ്ഥാപനത്തിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, കണ്ടെത്താൻ കഴിയില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടെത്താൻ കഴിയും, പക്ഷേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് സയൻറ്റിഫിക് ആയിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഫൈൻഡ് ചെയ്യാൻ കഴിയില്ല. ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണുന്നത്. Under single entry system, it is not possible to prepare balance sheet to know the exact financial position. ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടെത്താൻ ഒരിക്കലും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നില്ല. ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം ഇറ്റ് ഈസ് പോസിബിൾ ആണ്. ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം എല്ലാ അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ്, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ എൻ്റർപ്രൈസസ്. സിംഗിൾ എൻട്രി സിസ്റ്റം വളരെ പ്രധാനമായിട്ടും സ്മോൾ ബിസിനസ് ഓർഗനൈസേഷനാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റം ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഓൾ ടൈപ്പ് ഓഫ് എൻ്റർപ്രൈസസ്. അത് സോൾ പ്രൊപ്പറൈറ്റർഷിപ്പ് ആവാം, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ആവാം, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആവാം. എല്ലാ എൻ്റർപ്രൈസസിനും എന്ത് ചെയ്യാം, ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യാൻ സ്യൂട്ടബിൾ ആണ്. ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്, അൺസയൻറ്റിഫിക് ആൻഡ് അൺസാറ്റിസ്ഫാക്ടറി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആണ്, അൺസയൻറ്റിഫിക് ആണ്, അൺസാറ്റിസ്ഫാക്ടറി സിസ്റ്റമാണ്. എന്നാൽ ഡബിൾ എൻട്രി സിസ്റ്റം ഇറ്റ് ഈസ് കംപ്ലീറ്റ്, സയൻറ്റിഫിക് ആൻഡ് സാറ്റിസ്ഫാക്ടറി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്. കംപ്ലീറ്റ് ആണ്, എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് കംപ്ലീറ്റ് ആണ്, ശാസ്ത്രീയമായ രീതിയാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന കാര്യങ്ങൾ. ഇത്രയാണ് സിംഗിൾ എൻട്രി സിസ്റ്റവുമായി ബന്ധപ്പെട്ട തിയറീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ആൾ.